ഞങ്ങൾക്ക് ഇവിടെ ഒരു 1000 തെങ്ങില് ഒരു 25 ലക്ഷം 30 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. എൻ്റെ പേര് ഫാദർ സിബി തടത്തിൽ. ഞാൻ ഈ സെന്റ് നോബർട്ട് ഫാമിന്റെ ഡയറക്ടറാണ്. അച്ഛന്മാർക്ക് കൂടുതലും താല്പര്യമുള്ള ഒരു ഫീൽഡാണ് കൃഷി മേഖല. നാളികേരത്തിന്റെ ഒരു നാട് എന്ന് പറയുമ്പോൾ കേരളമാണല്ലോ അറിയപ്പെടുന്നത്. അതെ. പക്ഷെ കേരളത്തിനേക്കാൾ വളരെ നല്ലൊരു വിളവ് നമുക്ക് ഈ പറഞ്ഞ ഈ മരങ്ങളിലെല്ലാം കാണുന്നുണ്ട്. എണ്ണാറുപുര എന്ന് പറയുന്ന ഭാഗമൊക്കെ അങ്കമാലി ഏരിയ നിന്ന് കുടിയേറ്റക്കാർ വന്നതാണ്. നല്ല മണ്ണാണ് ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഓവർ കായ്ച്ചിട്ട് ചില ഓരോ കരിക്കൊക്കെ ചിലപ്പോൾ പൊട്ടിച്ചാടാറുണ്ട്. അതായത് നിങ്ങൾ തിങ്ങി അങ്ങോട്ട് വരുമ്പോൾ അടന്നു പോകും. അതുപോലെ തേങ്ങ കായ്ക്കുന്നുണ്ട്. 10-25-30 തേങ്ങ ഒരു കൊല പിടിക്കും. നമുക്കൊരു തെങ്ങയിൽ ഒരു 500 തേങ്ങ വരെ കിട്ടും. നമ്മളവിടെ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ക്രോപ്സ് ലഭിക്കുന്നതുകൊണ്ട് ഇരട്ടി അധ്വാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, റബ്ബർ കൃഷികൾ ഇങ്ങനെ ആയിട്ട് പോകുന്നു. കൂടുതലും മനുഷ്യരുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. എല്ലാവർക്കും തന്നെ കൃഷിയാണ് അവരുടെ മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളിത് കരിക്കായിട്ട് ഇത് പുറത്തോട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല കൊടുക്കുന്നില്ല. ഈ മരങ്ങൾക്കെല്ലാം 60 വർഷം പ്രായമായിട്ടുണ്ട്. തെങ്ങിന്റെ ഒരു ആയുസ് എന്തേരം ഉണ്ടെന്ന് സാധാരണ പറയും. വല്യപ്പന്റെ കാലത്തൊക്കെ പറഞ്ഞ 100 വർഷം ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്റെ ഉദ്ദേശം ഇത് ഒരു 100 വർഷം കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ തേങ്ങ ഇടാൻ വരുന്ന ഒരു കൂലി എങ്ങനെ? ഇവിടുത്തെ കൂലി എങ്ങനെ? ഇവിടുത്തെ കൂലി ഒരു തെങ്ങിന് 35 രൂപയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 10-75 രൂപ 90 രൂപയൊക്കെ ഒരു മരത്തെ കയറുന്നതിനാവുന്നുണ്ട്. ഈ തേങ്ങയുടെ ഒരു പ്രത്യേകത തന്നെ ബാക്കിയുള്ള തേങ്ങകളെ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഈ തൈ നടുമ്പോൾ കുഴിയുടെ അളവ്, അതായത് നമ്മൾ എത്ര വട്ടത്തിൽ അത് എടുക്കണം, അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ജൈവവളമായിട്ട് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വർഷത്തിൽ ഒരു 2 പ്രാവശ്യം രാസവളം. ഒരു മരത്തിന് ശരാശരി എന്തിനു വെള്ളം വേണം അങ്ങനെ വലിയൊരു കണക്ക് നോക്കാറുണ്ടോ? തടിക്കാണെങ്കിലും വളമൊന്നുമില്ല, നല്ലൊരു വണ്ണമൊക്കെ ഉണ്ട്. ഒരേ മോഡലാണ്. 28 വർഷം കൊണ്ട് ഞാൻ ഈ തോട്ടത്തിൽ നമ്മൾ സൂപ്പർവൈസർ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വളം കൃത്യമായിട്ട് ഈ വളം തന്നെയാണ് കൃഷി. കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു കൃഷിയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലെ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റില് എണ്ണാറുപുര താലൂക്കിൽ അരളിക്കൊപ്പ എന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത്. നമ്മുടെ ഈ ഫാമിൻ്റെ പേര് സെന്റ് നോബർട്ട് ഫാം. ഇത് ഓൺ ചെയ്യുന്നത് നോബർട്ടൈൻ ഫാദേഴ്സ് മാനന്തവാടി അച്ഛന്മാരുടെ 28 വർഷം മുൻപ് മേടിച്ച ഒരു ഫാമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ഈ ഫാമിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. 28 വർഷം മുൻപ് വർഗീസ് തേലപ്പള്ളി, വർഗീസ് മേസ്തിരി എന്നറിയപ്പെടുന്ന എണ്ണാറുപുരയിലെ ഒരു വലിയ ലാൻഡ് ഓണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചത്, നോബർട്ടൈൻ ഫാദേഴ്സ്. അതിൻ്റെ ആദ്യത്തെ റൈറ്ററായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് സ്റ്റീഫൻ ചേട്ടനെയായിരുന്നു. സ്റ്റീഫൻ ചേട്ടനാണ് 28 വർഷമായിട്ട് ഈ തോട്ടത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മുഖ്യ ഒരു കണി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഒത്തിരി ധാരാളമായിട്ട് ഇതിനകത്തുണ്ട്. ആ കാലത്ത് ഈ തോട്ടം മേടിക്കുമ്പോൾ 28 വർഷം മുൻപ് വർഗീസ് മേസ്തിരിയുടെ അടുത്ത് നിന്ന് ഈ സ്ഥലം മേടിക്കുമ്പോൾ ഇവിടെ ആകപ്പാട് ഉണ്ടായിരുന്ന കുറച്ച് തെങ്ങുകൾ മാത്രമാണ്. അത് വെറുതെ കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലത്ത് കുറ്റിക്കാടെല്ലാം വെട്ടി വളരെ മനോഹരമാക്കി ഇന്ന് ഈ രീതിയിൽ എത്തിച്ചത് ഞങ്ങളുടെ റൈറ്ററായ സ്റ്റീഫൻ ചേട്ടനാണ്. 28 വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമാണ്. നോബർട്ടൈൻ ഫാദേഴ്സിൻ്റെ വിവിധ അച്ഛന്മാർ 28 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 6 മാസമേ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അതിന് മുൻപ് അഭിനവ് അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു ഇതിൻ്റെ ഇൻചാർജ്. അതിന് മുൻപ് പല അച്ഛന്മാർ അങ്ങനെ ഇതിന് ഇൻചാർജുമാരായിട്ടുണ്ടായിരുന്നു. നമസ്കാരം. നമസ്കാരം. എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്നേ? ഞാനിപ്പോൾ 6 മാസമായിട്ട് ഇതിന് ഇൻചാർജായിട്ട് വന്നിരിക്കുകയാണ്. ആണ്. നമ്മളിങ്ങനെ 2 കൊല്ലം കൂടും മാറി മാറിയാണോ ഇൻചാർജിന്റെ വരുന്നത്? നമുക്ക് നോബർട്ടൈൻ സഭയുടെ ആയതുകൊണ്ട് മാനന്തവാടി നോബർട്ടൈൻ സഭയുടെയാണ് ഈ സംരംഭം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ മാറ്റങ്ങൾ വരും. പൊതുവെ 3 വർഷത്തേക്കാണ് ഒരാൾക്ക് ഒരു മാറ്റം കിട്ടുക. അപ്പൊ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ 6 മാസമായിട്ട് ഇപ്പോൾ ഇതിന്റെ ഇൻചാർജായിട്ട്. നാളികേരത്തിന്റെ ഒരു നാട് എന്ന് പറയുമ്പോൾ കേരളമാണല്ലോ അറിയപ്പെടുന്നത്. അതെ. പക്ഷെ കേരളത്തിനേക്കാൾ വളരെ നല്ലൊരു വിളവ് നമുക്ക് ഈ പറഞ്ഞ ഈ മരങ്ങളിലെല്ലാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. സഭ എങ്ങനെയാണ് ഈ കൃഷിത്തോട്ടത്തിലേക്കൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു താല്പര്യമുള്ളോ? നമുക്ക് സഭയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഇപ്പോൾ 2 എസ്റ്റേറ്റുകൾ ഓൾറെഡി ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കർണാടകയിലെ കുറുകിലൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ പൊതുവിൽ പണ്ട് തൊട്ടേ ഇപ്പോൾ 28 വർഷമായി ഇവിടെ ഞങ്ങൾ ഈ തോട്ടം മേടിച്ചിട്ട്. 28 വർഷം മുൻപ്
അഗസ്റ്റച്ചനായിരുന്നു ആദ്യത്തെ ഇൻചാർജ്, ഞങ്ങൾ തന്നെ സഭയിലെ അംഗമാണ്. ആ. അപ്പോൾ അന്ന് തൊട്ടേ കൃഷിയോട് താല്പര്യമുള്ളൂ. പിന്നെ ഞങ്ങളുടെ അച്ഛന്മാർ കൂടുതൽ പേരും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ കൃഷിയായിട്ട് നല്ല അടുത്ത് പരിചയമുള്ളവരും അതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാവുന്നവരുമാണ്. പിന്നെ നമുക്ക് ഇത് സംരംഭങ്ങൾ ഓടിക്കാനായിട്ട് നടത്താനായിട്ട് നമുക്ക് സ്റ്റീഫൻ ചേട്ടനെ പോലുള്ള റൈറ്റർമാരൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് പണിക്കാറുണ്ട്. അപ്പം അങ്ങനെ അച്ഛന്മാർക്ക് കൂടുതലും താല്പര്യമുള്ളൊരു ഫീൽഡാണ് കൃഷി മേഖല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തോട്ടം എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഇതുപോലെ വേറെ തോട്ടങ്ങളും ഉണ്ടോ നമുക്ക്? ഉണ്ട്. ഇവിടെ എന്തേരം സ്ഥലം ഉണ്ടോ ഇത് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഇപ്പം നമുക്ക് 37, മൊത്തം 50 ഏക്കറുണ്ട്. ഈ ഒരു ഫ്ലോട്ട് 37. ഈ വർഷം എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതായത് എല്ലാം കൊണ്ട് വില കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു വർഷമാണിത്. നമ്മുടെ കർണാടക ഇവിടുത്തെ സെറ്റപ്പ് അനുസരിച്ച് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൃഷി മേഖലയാണിത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ എണ്ണാർപുര എന്ന് പറയുന്ന ഭാഗമൊക്കെ ഒരുമാതിരി നമ്മുടെ അങ്കമാലി ഏരിയയിൽ നിന്ന് കുടിയേറ്റക്കാർ വന്നതാണ്. അപ്പോൾ ഞാൻ ശരിക്കും കേരളത്തിലൊക്കെ പോയി വരുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു കൃഷിയോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ എന്തൊക്കെയാണെങ്കിലും നമ്മളവിടെ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ക്രോപ്സ് ലഭിക്കുന്നതുകൊണ്ട് ഇരട്ടി അധ്വാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൾക്കാർക്ക് തന്നെയാണെങ്കിലും ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു നല്ല ക്രോപ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ ടെക്നോളജിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ കൂടുതലും മനുഷ്യരുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. ഇപ്പം ഇവിടുന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ തന്നെ അവിടെയൊക്കെ എല്ലാവർക്കും തന്നെ കൃഷിയാണ് അവരുടെ മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളവർ. നന്നായിട്ട് പണിയെടുക്കുന്നവരാണ്. എല്ലാവരും തന്നെ ഈ കൃഷിയിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കേരളത്തിലെ വളം ഉപയോഗിക്കുന്ന രീതി പോലും വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിൽ പോയി തെങ്ങ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ മെയിൻ ഒരു സംഭവം തെങ്ങായിരുന്നല്ലോ. ഇപ്പം നമ്മളവിടെ ഉപ്പിടുന്നു, എല്ലാ വർഷവും ഇതിനെ കൊത്തിക്കളിക്കുന്നു, അങ്ങനത്തെ വേര് പൊട്ടിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരിക്കലും ഉപ്പിടുവോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ മറ്റു വളങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ തെങ്ങയിലൊക്കെ നോക്കിയാൽ ഇതിലൊക്കെ കൊടിയുണ്ട്. പിന്നെ അതിന്റെ മേലെ കയറി അങ്ങനെ മരുന്നടിക്കലോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. വളയിടലൊന്നും, അതിന്റെ മേലെ ചില മരുന്നുകളൊക്കെ ഇടുമല്ലോ, ചില മണലിടിയിലൊക്കെ ഉണ്ട്, അങ്ങനത്തെ കേസൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഈവൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നട്ട തെങ്ങിനാണെങ്കിലും ഇങ്ങനത്തെ മണലിടുവോ ഉപ്പിടുള്ള ഒരു പരിപാടിയില്ല. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യം എന്നുള്ളത് നല്ല മണ്ണാണ്. നല്ല മണ്ണാണ്. നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്ന അത്രയും വളത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ അവിടത്തേനൊക്കെ ഇരട്ടി ആദായം നമുക്ക് ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഈ കൃഷിക്ക് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന കൃഷികൾ ഇതെല്ലാം മൾട്ടി ക്രോപ്സ് ആണല്ലോ. ഇപ്പൊ കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, റബ്ബർ, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇതിനൊക്കെ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. ചേട്ടാ നമസ്കാരം. നമ്മൾ ഇത് ഈ ഏക്കറിൽ എന്തര മരം നമ്മൾ ചെയ്തിട്ടുള്ളത്? തെങ്ങാണോ? തെങ്ങ് 1000 മരമുണ്ട്. 1000 മരമുണ്ട്. എത്ര ഏക്കറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്? ഇതൊരു 15-20 ഏക്കർ. 20 ഏക്കറിൽ 1000 മരമുണ്ട്. 1000 മരം വെച്ചിട്ടുണ്ട്. ഇത് ഏതാ നമ്മളിത് ഇനം ഇത് വെച്ചിരിക്കുന്ന സംഭവം? കുറച്ച് തെങ്ങ് കുറ്റിയാടി തെങ്ങാണ്, കുറച്ച് ടിപ്റ്റൂർ തെങ്ങാണ്. ടിപ്റ്റൂർ കർണാടക ടിപ്റ്റൂർ, ബാംഗ്ലൂരിന്റെ അടുത്ത് ടിപ്റ്റൂർ. മറ്റേത് നമ്മൾ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുറ്റിയാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തെങ്ങെന്ന് പറയുന്ന ആ ഒരു തെങ്ങ് തന്നെയാണോ ഇത്? അത് തന്നെ. ഇത് നട്ടിട്ട് എത്ര നാളായിട്ടുള്ള ഒരു തെങ്ങായത്? ഇത് ഏകദേശം 60 വർഷം പ്രായമായിട്ടുണ്ട്. ഈ മരങ്ങൾക്കെല്ലാം 60 വർഷം പ്രായമായിട്ടുണ്ട്. ഈ 60 വർഷം പ്രായമായെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുറച്ചും കൂടെ ഭയങ്കര പൊക്കം പ്രതീക്ഷിച്ച, പക്ഷെ ഇതിന് വലിയ പൊക്കം, ഇത്രയും പൊക്കം ഉള്ളല്ലേ ഇത്? ഇത്രയും പൊക്കം ഉള്ളു. സാധാരണ നമ്മുടെ കർണാടകയില് നമ്മൾ വളം ഒക്കെ നന്നായിട്ട് നോക്കിയാൽ ഇത്രേ വരുള്ളൂ. നോട്ടത്തിന്റെ കുറവാണ്. വലിയ കൊന്നത്തങ്ങ് പോലെ ഒന്നും പൊങ്ങി പോകല. ഇല്ല, പൊങ്ങി പോകില്ല. കൃത്യമായിട്ട് നോക്കിയാൽ ഒരു ഈ പറഞ്ഞ ഈ പൊക്കത്ത് തന്നെ ഇനി ഒരു 10-20-25 വർഷത്തോടെ നമുക്ക് ഇതിൽ നിന്ന് ആദായം കിട്ടും. നല്ല ആദായം കിട്ടും. ഇതിന്റെ അകത്ത് നമുക്ക് ഈ 1000 ഉണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ, എല്ലാത്തേന്നും ഏകദേശം ഒരേപോലെ തന്നെയാണ് വിളവ്? തീരെ വിളവ് കുറഞ്ഞതൊക്കെ ഉണ്ടോ അതിന്റെ അകത്ത്? ഒരു ആവറേജ് നമുക്ക് മിക്കതെങ്കിലും ഒരേ ആവറേജ് വിളവാണ്. ആവറേജ് വിളവ് കിട്ടും. നമുക്ക് ഒരു തെങ്ങ നമുക്ക് ഏകദേശം എന്തുമാത്രം തേങ്ങ നമുക്ക് കിട്ടുന്നത്? ഒരു വർഷമാണെങ്കിൽ നമുക്കൊരു തെങ്ങയിൽ ഒരു 500 തേങ്ങ വരെ കിട്ടും. ഒരു തെങ്ങ 500 തേങ്ങ. 500 തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മളത് എത്ര നാൾ കൂടുമ്പോഴാണ് അത് വിളവെടുക്കുന്നത്? 60 ദിവസം, 55-60 ദിവസം കൊണ്ട് ഒരു ഇടിയിലിടാം. അന്നേരം നമുക്ക് ഒരു ഇടിയിൽ നമുക്കൊരു 20-25,000 തേങ്ങ വെച്ച് ഒരു മരത്തിൽ നിന്ന് ഏകദേശം ഒരു 25-30 തേങ്ങ ആവറേജ് കിട്ടും. 10-25,000 തേങ്ങ അങ്ങനെ കിട്ടും. അതായത് ഈ തെങ്ങിന് തന്നെ ചിലത് നല്ല പച്ച കളറുള്ളത്, ചിലത് ഒരു ചാര കളർ കയറി വരുന്നുണ്ട്, ഒരു ചുമന്ന കളർ പോലെ കയറി വരുന്നുണ്ട്. അതന്നെ 2 തരം വരുന്നുണ്ട്. ഒരു ചുമന്ന സൈസ് തെങ്ങും പിന്നെ പച്ച തെങ്ങുമാണ്. ഈ പച്ച തെങ്ങിനാണ് കൂടുതൽ ആദായമുള്ളത്. കൂടുതൽ ആദായമുള്ളത്.
ചുമന്നതിനും ആദായം ഉണ്ട്, ഇല്ലാന്നല്ല. ഒരു എന്നാലും പച്ചത്തെങ്ങിനേക്കാൾ ഇച്ചിരി കുറവായിരിക്കും ചുമന്നതിന്. നമ്മൾ ഇതിന് ഈ തേങ്ങ ഇവിടെ വിൽപ്പന നടത്തുന്നത് എങ്ങനെയാ? നമ്മളത് ഉണക്കി കൊപ്ര ആയി കൊടുക്കുകയാണ്? അത് അല്ല, ഹോൾസെയിൽ ആയിട്ട് എണ്ണം കൊടുക്കുക. ഒരു തേങ്ങയ്ക്ക് 35 രൂപ ആവറേജ്, ഒരു തേങ്ങ 35 രൂപ പ്രകാരമാണ് കൊടുക്കുന്നത്. ചെറുതും വലുതും അല്ല. തരീക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കൊടുക്കുന്നത്. ഒരു പാർട്ടി വന്ന് ഇവിടെ വന്ന് കൊണ്ടുപോകുക ചെയ്യുന്നത്. അതെ അതെ. അപ്പം ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? വില എങ്ങനെയുണ്ട്? അത്യാവശ്യം വില ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല വിലയുണ്ട്. 35 രൂപയ്ക്കാണ് ഞങ്ങൾ തേങ്ങ കൊടുത്തത്. ഇവിടെ കൊടുത്തത് ഹോൾസെയിലായിട്ട് ഇവിടെ വന്ന് അവർ എടുക്കുക ചെയ്ത്. തെങ്ങ് കൃഷി പൊതുവെ ലാഭകരമാണോ? ഇപ്പോൾ ഈ വർഷത്തെ ഇത് വെച്ചിട്ട് ഈ പ്രാവശ്യം ലാഭമാണ്. ഒരു 4-5 വർഷം മുമ്പാണെങ്കിൽ ലാഭകരം എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. ഈ പ്രാവശ്യം ഈ നല്ല വില കിട്ടുന്നതുകൊണ്ട് തെങ്ങിന് നല്ല ലാഭമാണ്, നല്ല ലാഭകരം. ഇത് നമ്മൾ ഒരു മരം തമ്മിൽ ഏകദേശം എന്ത് അകലത്തിൽ നമ്മൾ നട്ടേക്കുന്നത്? 30 അടി അകലത്തിലാണ് നട്ടേക്കുന്നത്. അതിനങ്ങനെ നടാനുള്ള കാരണം ഉണ്ട്. നമുക്ക് കുറച്ച് 30 അടി അതിന് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും ഫലപുഷ്ടിയായിട്ട് കായ്ക്കുകയും ചെയ്യും. പിന്നെ വേറെ എലികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഇതിന് കുറച്ച് കാറ്റ് കിട്ടുന്നത് നല്ലതാണ്, ഗ്യാപ്പ് കിട്ടുന്നത്. ഒരു മരം മറ്റേ മരമായിട്ട് കൂട്ടിമുട്ടാൻ പാടില്ല എന്നുണ്ട്. അതെ അതെ. അങ്ങനെ ആകുമ്പോൾ ഈ ഇടവിള കൃഷി നമുക്ക് കാപ്പി ചെയ്യാൻ പറ്റും. പിന്നെ അടയ്ക്ക തൈ കൃഷി ചെയ്യാം. നമ്മൾ ഇതിന്റെ അകത്താണെങ്കിലും കാപ്പി അടയ്ക്കായി നമ്മൾ ഇടവിളയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടി നമ്മൾ കയറ്റി വിട്ടേക്കുന്ന തെങ്ങക്കൂടെ തന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. അതെ അതെ. അന്നേരം ഇത് തേങ്ങ പറിക്കുമ്പോൾ ഇത് പോകല്ലേ? തേങ്ങ പറിക്കുമ്പോൾ പോകില്ല. കയറി ഇട്ട് കഴിയുമ്പോൾ നമ്മളത് ഇടുന്നവരെ നോക്കി ഇട്ടാ മതി. ഏണി ചാരി വെച്ചിട്ട് അവിടുന്ന് മുകളിലോട്ട് കയറുക ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ ആദ്യം ഈ തൈ നടുമ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ആ കുഴിയുടെ അളവ്, അതായത് നമ്മൾ എത്ര വട്ടത്തിൽ അത് എടുക്കണം, അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. 2.5 അടി സ്ക്വയർ ഫീറ്റ് കുഴി എടുക്കണം. 2.5 അടി സ്ക്വയർ ഫീറ്റ് 2 അടി താഴ്ചയിൽ കുഴി എടുക്കണം. 2 അടി താഴ്ച 2 അടി സ്ക്വയർ ഫീറ്റിൽ കുഴി എടുക്കണം. അകലത്തിൽ വേണം കുഴി എടുക്കാനായിട്ട്. എന്നിട്ട് അതിന്റെ നടുക്ക് നമ്മൾ തൈ വെച്ചതിന് ശേഷം കുറച്ച് മണലും ഇടുക ചുവട്ടില്. അപ്പൊ നമുക്ക് ചെതലിന്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. മണലിട്ട് വേണം കൃഷി ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഈ ഇതിന്റെ വട്ടം നമ്മൾ ഇതുപോലെ വട്ടം നമ്മൾ ആക്കി എടുക്കുന്നുണ്ടല്ലോ. ഈ വട്ടം എടുക്കുന്നത് അത് എന്തേലും അകലത്തിൽ നമ്മൾ പിന്നെ അത് തെങ്ങിന്റെ നമ്മളുടെ മേലെ അതിന് മടലില്ലേ, ഇതിന്റെ മടലിന് വന്നത്തെ വെള്ളം അതിന്റെ തടത്തിൽ വീണമെന്നാണ് പറയുന്നത്. അങ്ങനെയാ പറയുന്നത്. അപ്പൊ അത് വീണ് നമുക്ക് അതിന്റെ ചുറ്റോട് അത്രയും അതിന്റെ വേരിന് അതിന്റെ എത്ര മടലുണ്ടോ അതിന്റെ അത്രയും വേര് ഓട്ടം ഉണ്ടാവും അതിന്റെ. പിന്നെ അതിന് വളം എടുക്കാനും വെള്ളം ആ തടത്തിൽ വീഴണം. ഒരു വർഷത്തേക്കുള്ള സ്റ്റോർ ചെയ്യണം. ഒരു വർഷത്തേക്കുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം. അപ്പൊ ഒരു തടം പോലെ നമ്മൾ അത്രയും വട്ടത്തിൽ എടുത്ത് കൊടുക്കുക. ഇതിന് നമുക്ക് ഈ തെങ്ങിന് മണ്ടരിയുടെ കേടുണ്ട്, അല്ലെ ചെള്ള് കുത്തുന്നുണ്ട്, അങ്ങനെ പല പല കേടുകൾ അങ്ങനെ കണ്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇല്ല. ചെള്ളിന്റെ ശല്യങ്ങൾ കുറവാണ്. പിന്നെ മണ്ടരി പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ മണ്ടരിയുടെ ശല്യം ഇല്ല. നമ്മൾ അതുകൊണ്ട് ശരിക്കും നനച്ച് തോട്ടം ശരിക്കും നന കൊടുക്കുക. പിന്നെ നമ്മൾ പറ്റുന്നതും പശു ചാണകം ഉപയോഗിക്കുക. രാസവളത്തെക്കാൾ മണ്ടരി അതായത് ചെള്ളുകുത്തില്ലെന്നുണ്ട് പറഞ്ഞത്. ചെള്ളുകുത്തില്ലാത്ത ഈ ഇനത്തിന്റെ ഒരു പ്രത്യേകതയാണോ അത്? അല്ല. അത് ഓരോ ഏറിയ നമ്മൾ കേരളത്തില് മൊത്തം ചെള്ളുകുത്തി മറ്റും പോവല്ലേ, അത് ഓരോരോ സ്ഥലങ്ങളുടെ വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് ചെള്ളം കുറവാ ഉണ്ട്, എന്നാലും കുറവാണ്, തീരെ കുറവാ. കേരളത്തെ പോലെ അല്ല. നമ്മൾ ഇവിടെ ഇതിന്റെ വിത്ത് നമ്മൾ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ നമ്മൾ വിത്ത് ഉൽപ്പാദിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഈ വിത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തെങ്ങ് കയറി അത് ഇറക്കണം. വെട്ടിയിടരുത്. വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി എല്ലാം മുളക്കില്ല. പിന്നെ അതിന് ഷേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തെങ്ങിന്റെ മേലെ കയറി നമ്മൾ കൊലകൾ ഇറക്കി വിത്തെടുക്കണം. അത് നമ്മൾ നല്ല തെങ്ങ് നോക്കി സെലക്ട് ചെയ്യാൻ എടുക്കുന്നത്. നല്ലതല്ല, അതിനകത്ത് കാ കൂടുതലുള്ളതും നല്ല ഇനവും വലിപ്പമുള്ള തേങ്ങയും നോക്കിയിട്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. വേനൽക്കാലത്ത് ശരിക്കും നനയ്ക്കും, കുഴി നിറച്ച് വെള്ളം വിടും. പിന്നെ സ്പ്രിംഗ്ലർ ജെറ്റ് ഉണ്ട്. അപ്പൊ ഈ കാപ്പി മിക്സർ കൃഷി ആയതുകൊണ്ട് നമ്മള് കുഴി നിറയ്ക്കുന്നുണ്ട്. പിന്നെ കാപ്പിക്ക് നനയ്ക്കുമ്പോൾ ജെറ്റുകളിട്ട് കൂടെ മഴ പെയ്ത പോലെ തന്നെ എപ്പോഴും തണുപ്പുണ്ടായിരിക്കും. അതായത് വേനൽക്കാലത്തേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ ഉറപ്പായിട്ട് ഇതിന്റെ ചോട്ടിൽ നന കൊടുക്കണം. മഴയുള്ള സമയങ്ങളിൽ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കുന്ന ആവശ്യമില്ല. വേനൽക്കാലത്ത് നമ്മൾ ഒരു 6 മാസം, ഒരു ഡിസംബർ ഈ മാസം അടുത്ത മാസം തുടങ്ങി നമ്മൾ നന കൊടുക്കണം. പിന്നെ ഒരു മെയ് മാസം വരെ മഴ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് മഴ പെയ്താൽ വേണ്ട. ഓക്കെ. നന എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ അതിന് നന കൊടുക്കണം? നമ്മളൊരു 8 ദിവസം കൂടുമ്പോൾ നനയ്ക്കണം. ഈ തെങ്ങ് കൃഷി ശരിക്കും നമുക്ക് ഒരു നല്ലൊരു വരുമാനമായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പറ്റും. ഒരു ഏക്കറിൽ നമുക്ക് ശരാശരി എന്ത് വരുമാനം കിട്ടും അങ്ങനെ വല്ലതും ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു 1000 തെങ്ങില് മൊത്തമായിട്ട് ഞങ്ങൾക്ക് ഒരു 25 ലക്ഷം
30 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. ഒരു വർഷം വരുന്നുണ്ട്. ഒരു 5 ലക്ഷം രൂപ അതിന് മുടക്ക് വരും. പണിക്കാശായിട്ട് കൂലിയായിട്ട് പോകും. ബാക്കി നമുക്ക് ലാഭകരമാണ്. തെങ്ങിന് അധികം മുടക്കില്ലല്ലോ. പിന്നെ വളവും ഇങ്ങനെയുള്ള മുടക്കല്ലോ. ഈ കയറ്റുകൂലി എല്ലാം കൂടെ കൂട്ടി 5 ലക്ഷം രൂപ നമുക്ക് പണിക്കൂലി എല്ലാം ചേർന്ന് ഒരു 5 ലക്ഷം രൂപ ബാക്കിയുള്ള നമുക്ക് വരുമാനമായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഈ വില ഉള്ളതുകൊണ്ട് നല്ലൊരു വരുമാനമാണ്. വില ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു ഇടവിള കൃഷി കൂടെ ഉള്ളതുകൊണ്ട് പിന്നെയും കൂടുതൽ കുറച്ച് വരുമാനം. ഇടവിള കൃഷി ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു ആദായത്തിലാണ് ഇപ്പൊ പോകുന്നത് തോട്ടം. ഈ തെങ്ങലൊക്കെ നല്ല കട്ടിക്ക് തന്നെ തിക്കായിട്ട് തന്നെ തേങ്ങ പിടിച്ചു നിൽപ്പുണ്ട്. എല്ലാ സമയത്തും ഇതുപോലെ തന്നെയാണോ നിൽക്കുന്നത്? എപ്പോഴും ഉണ്ടാവും. നമ്മുടെ വളപ്രയോഗവും നമ്മുടെ നോട്ടത്തിന്റെ ആണ് അങ്ങനെ വന്നേക്കുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെ കാണില്ല. ഈ കൃത്യമായിട്ട് ജൈവവളമൊക്കെ ചെയ്ത് എല്ലാം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല വലിപ്പമുള്ള തേങ്ങയും നല്ല ആദായവും നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഈ ഇനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഇനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പച്ചയിനത്തിന് ഇച്ചിരി കൂടുതൽ ആദായം കൂടുതലുണ്ട്, കിട്ടുന്നുണ്ട്. ചുമന്നതിന് എന്നാലും ഉണ്ട്, കുറച്ച് കുറവ് ഉള്ളൂ. ഇതല്ല ഈ ചെറിയ മച്ചിങ്ങ ഇതിനകത്ത് പൊഴിഞ്ഞു പോകുന്ന പ്രശ്നം, അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മച്ചിങ്ങ ഒന്നും പോകുന്നില്ല. അപ്പൊ നോക്കി ഇതിന്റെ തെങ്ങിൻ ചോട്ടി നോക്കി ഒരൊറ്റ മച്ചിങ്ങില്ല. അത് ഫുള്ള് കായായിട്ടാ ഉണ്ടാവുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കുന്നത്. അതാ ഇത്രയും ടൈറ്റ് ആയിട്ട് തേങ്ങ നിൽക്കുന്നത്. പിന്നെ തേങ്ങ ഓവറായിട്ട് വന്നാൽ പൊട്ടിച്ചാടും. ചിലപ്പോ ഓവർ കായ്ച്ചിട്ട് ചില ഓരോ കരിക്കൊക്കെ ചിലപ്പോൾ പൊട്ടിച്ചാടാറുണ്ട്. അത്രേ ഉള്ളൂ. അതായത് ഇങ്ങനെ തിങ്ങി അങ്ങോട്ട് വരുമ്പോൾ അടന്നു പോകും. അതുപോലെ തേങ്ങ കായ്ക്കുന്നുണ്ട്. നോട്ടത്തിന്റെ ആണത്. നമ്മുടെ വളത്തിന്റെയും നനയുടെയും നോട്ടം കൊണ്ടാണ് ഇങ്ങനെ ആദായം കിട്ടുന്നത്. അതായത് അതുപോലെ ഇറങ്ങല് ഇത് പിടിക്കും, ഇറങ്ങലി പിടിച്ച് കിട്ടും. അന്നേരം ഇപ്പൊ ഈ പൊഴിഞ്ഞ് ചാടുന്ന അത് പറഞ്ഞില്ല, അതെന്താ സംഭവം? കൂടുതൽ എണ്ണം പിടിക്കില്ലേ? വലിയ കൊല വരുമ്പോ കണ്ടമാന തേങ്ങ 10, 25, 30 തേങ്ങ ഒരു കൊല പിടിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് പൊട്ടിപ്പോകുന്നതാ. അതിന് കൊലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കുണ്ടാക്കിട്ട് പൊട്ടുന്ന പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോ പൊട്ടിപ്പോണതാ. ഈ തെങ്ങിന്റെ ഒരു ആയുസ് എന്തേരം ഉണ്ടെന്നാ സാധാരണ പറയുന്നത്? സാധാരണ എല്ലാരും എന്റെ അപ്പന്റെ ഒക്കെ കാലത്ത് പറയണ, വല്യപ്പന്റെ കാലത്തൊക്കെ പറഞ്ഞ 100 വർഷം ആയുസ് ഉണ്ടെന്നാ പറയണേ ഈ തെങ്ങിന്. പക്ഷെ നമുക്ക് ഇത് എന്റെ ഉദ്ദേശം ഇത് ഒരു 100 വർഷം കിട്ടുന്നതാണ്. ഇപ്പൊ 60 കൊല്ലമായി, 60 വർഷമായി. 40 വർഷത്തോടെ ഇത് ആദായം കിട്ടും. ഇത് വലിയ വളമൊന്നും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നു. അത്യാവശ്യം ഈ തെങ്ങിന് തടിക്കാണെങ്കിലും വളമൊന്നുമില്ല, നല്ലൊരു വണ്ണമൊക്കെ ഉണ്ട്. ഒരേ മോഡലാണ്, എല്ലാം ഒരേ മോഡൽ തന്നെ. നമുക്ക് ഇവിടെ തേങ്ങ ഇടാൻ വരുന്ന ഒരു കൂലി എങ്ങനെ? ഇവിടുത്തെ കൂലി എങ്ങനെ? ഇവിടുത്തെ കൂലി ഒരു തെങ്ങിന് 35 രൂപയാണ്. ഒരു തെങ്ങിന് 35. അന്നേരം ഒരു തേങ്ങയ്ക്ക് 35 രൂപ വെച്ച് നമുക്ക് 35, 34 ഈ മോഡൽ ചിലപ്പം വിലയുടെ അനുസരിച്ച് 30 രൂപ, 33 രൂപ, 35 ഈ പ്രാവശ്യം കൊടുത്ത് 35 രൂപ. അപ്പം ഒരാൾ എത്ര തെങ്ങ് കയറും? അത് ഒരു ദിവസം 100 തെങ്ങ് വരെ കയറും. 100 തെങ്ങ് വരെ കയറുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 10, 75 രൂപ, 90 രൂപയൊക്കെ ഒരു മരത്തെ കയറുന്നതിനാവുന്നുണ്ട്. ഇവിടെ 35 രൂപ ഉള്ളൂ. ഈ തേങ്ങയുടെ ഒരു പ്രത്യേകത എന്നാ ബാക്കിയുള്ള തേങ്ങകളെ വെച്ച് നോക്കുമ്പോ? നല്ല കട്ടിയുള്ള നല്ല തേങ്ങ ഉള്ളുള്ള തേങ്ങയാണ്. നല്ല തൂക്കമുണ്ട്. 1 കിലോ 1.100 ഇങ്ങനെ വെയിറ്റും വരും. ആവറേജ് ഒരു 800 ഗ്രാം എങ്കിലും ഒരു തേങ്ങ വന്നിരിക്കും. ഒരു ആവറേജ്. നമുക്ക് ആട്ടാനൊക്കെ ആണെങ്കിൽ നല്ല എണ്ണ കിട്ടും. 650-700 മില്ലി എണ്ണ വരെ ഒരു കിലോയിൽ കൊപ്പറയെന്ന് കിട്ടും. നമുക്ക് കിട്ടാറുണ്ട്. ഞങ്ങളിവിടെ അടിക്കുന്നുണ്ട്. മെഷീൻ നമ്മള് മില്ലുള്ളതാ. ഞങ്ങളുടെ സെന്റ് നോർബർട്ട് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയും, അവരുടെ ഒരു മില്ലൊക്കെ ഉണ്ട്. അതിലാണ് ഞങ്ങൾ അടിക്കുന്നത്. ശരാശരി നമുക്ക് എല്ലാ മാസങ്ങളിലും നമുക്ക് ഒരുപോലെ തന്നെ കിട്ടുന്നുണ്ടോ? ഒരുപോലെ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാ മാസവും ഒരേമാതിരി ഒരു 25,000 തേങ്ങ കിട്ടുവാണെങ്കിൽ ചില മാസം ഒരു 1000 തേങ്ങ, അങ്ങനത്തെ ഡിഫറൻസ് വരും. അല്ലാതെ ശരാശരി നമുക്ക് എല്ലാ പ്രാവശ്യവും ഏകദേശം ഒരേ വിളവ് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിത് കരിക്കായിട്ട് ഇത് പുറത്തോട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. അതെന്താ? എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് തേങ്ങയാണ് ലാഭം. കരിക്ക് കൊടുത്താൽ നമുക്കൊരു 25 രൂപയൊക്കെ കിട്ടും ഒരു കരിക്കിന്. പക്ഷെ അതിന്റെ അത് തിരിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കരിക്കൊക്കെ വേസ്റ്റാ. തിരിവ് മൊത്തം അവരെടുക്കില്ല. തിരിവ് വരും. അവരെ സെലക്ഷൻ മാത്രമേ അവർ കൊണ്ടുള്ളൂ. നമുക്ക് സെലക്ഷൻ മാത്രമേ എടുക്കുള്ളൂ. വേറെ പറ്റത്തില്ല. ഇതാകുമ്പോ ഫുൾ അടച്ച് അവര് ഫുള്ളായിട്ട് കൊണ്ടുപോകും. വെള്ളം ശകലം ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിലും മതി, അത് തേങ്ങ മൊത്തം കയറി പോകും. നമ്മളിത് പാകാൻ വേണ്ടി എടുക്കുമ്പോഴേ നമ്മളിപ്പം നല്ല മൂത്ത തേങ്ങ നോക്കിയല്ലേ പാകാൻ വേണ്ടി എടുക്കുന്നത്. അത് നമ്മൾ പറിച്ചിട്ട് എത്ര നാൾ കഴിയുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആക്കണം? അങ്ങനെ പറിച്ചിട്ട് തണലത്തിട്ട് വെള്ളം വലിയണം. കുറച്ച് വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മളൊരു പാകാൻ നേരത്ത് ടാങ്കിൽ വെള്ളത്തിലിടുക തേങ്ങ. എന്നിട്ട് ഒരു ആഴ്ച വെള്ളത്തിലിട്ടതിന് ശേഷം അത് മൊത്തം കുതിരും.
കുതിർന്നതിന് ശേഷം മണലിൽ പാകണം നമ്മൾ. മണൽ വിരിച്ചിട്ട് തേങ്ങ ഓരോന്നോരോന്ന് അടുത്തടുത്തടുത്ത് അടി ചാരി വെക്കുക. എന്നിട്ട് അതിന്റെ 3/4 ഭാഗം മണൽ നിറയ്ക്കണം, മണലിടണം. എന്നിട്ട് അതിന്റെ മേലെ പൊത എന്തെങ്കിലും ഇട്ട് ചപ്പ് പുല്ലായാലും മതി, കച്ചിയായാലും മതി, വൈക്കോല് നമ്മൾ കണ്ടത്തിലെ വൈക്കോലില്ലേ അത് ഇട്ടാലും മതി. ചെറിയൊരു ചെരിച്ച് വട്ടം വെക്കരുത്, വെള്ളം ഒഴുകി പോകാനാണ് ചെരിവ് കൊടുക്കുന്നത്. മഴ കണ്ണിൽ വെള്ളം വീഴരുത്, അതിനുവേണ്ടി നമ്മൾ ചെരിച്ച് കൊടുക്കണം. ചെറുതായിട്ട് ചെരിവ്. അങ്ങനെ കയറി വന്ന് പാകി തൈ കയറി വന്നു. ആ തൈ നമ്മൾ എത്ര നാളും കൂടി നമുക്കൊരു കുഴിയിലോട്ട് വെക്കുന്നുണ്ടത്? നമുക്കൊരു 6 മാസം കൊണ്ട് കുഴിയിൽ വെക്കാം. 3 മാസാമതി മുളയ്ക്കും, 90 ദിവസം കൊണ്ട് മുളയ്ക്കും. പിന്നെ ഒരു 3 മാസം അതിന് വളർച്ച, ഒരു 4 ഇല 5 ഇല വന്നു കഴിയുമ്പോൾ നമുക്ക് കുഴിയിലോട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ പറഞ്ഞില്ലേ, നമ്മൾ ഈ കുഴി നമ്മൾ എടുക്കുന്നു പറഞ്ഞു. കുഴി നമ്മൾ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഈ തൈ വെക്കുന്നതോടുകൂടി തന്നെ ഈ ഇതിന്റെ വട്ടത്തിലുള്ള ഈ നമ്മൾ എടുത്ത് വിടുവാണ്? ആവശ്യമില്ല, വേണ്ട. നമ്മളെ തെങ്ങ് വളരുന്നതിനനുസരിച്ച് കൂട്ടി എടുത്താൽ ഓരോ പ്രാവശ്യവും ഓരോ അടി എല്ലാ വർഷവും ഓരോ അടി കൂട്ടി വരും. കായ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ അകലം എടുക്കണം. അതുവരെ നമ്മള് അതിന്റെ അനുസരിച്ച് ആവശ്യത്തിന് അകലം കൊടുത്താൽ മതി. ഇതിന്റെ അകത്ത് അതെ ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മളിങ്ങനെ ഒരു റൗണ്ട് വട്ടം ആക്കിയാണല്ലോ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഓലയും മടലും കാര്യങ്ങളെല്ലാം ഇട്ട് നിറയ്ക്കുന്ന പരിപാടി അങ്ങനെ വല്ലതും ചെയ്യാൻ ഉണ്ട്. ആ വെട്ടിയ വേസ്റ്റേജ് മൊത്തം അതിലേക്ക് വെട്ടി അറിഞ്ഞിട്ട് പിന്നെ നമ്മള് മരത്തിന്റെ കൊമ്പും ചവറൊക്കെ കിട്ടുവാണെങ്കിൽ ചാണകം നമ്മളൊരു ശരാശരി ഒരു തെങ്ങിന് 5 കൊട്ട ചാണകം ഇടുന്നുണ്ട്. ഒരു 50 കിലോ ഒരു വർഷത്തില് 50 കിലോ. അത് ഈ 50 കിലോ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒറ്റ തവണയായിട്ട് തന്നെ ഇടുവാണ്. ഒറ്റ തവണയായിട്ട് ഇട്ടാൽ മതി. ജൂൺ മാസത്തിൽ നമ്മൾ ഒരു തവണയായിട്ട് ഇട്ടാൽ മതി. ഈ ചുറ്റും ഒരു 5 കൊട്ട എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50 കിലോ ആവറേജ് വരും. അത് പച്ചച്ചാണകമാണ് ഇടുന്നത്? ഉണങ്ങിയ പൊടിഞ്ഞ ചാണകം, കമ്പോസ്റ്റ് ആയിട്ട് നല്ല പൊടിച്ചാണകം ഇടണം. പച്ചച്ചാണകം ഇടരുത്. ഒരു കൃഷിക്കും പച്ചച്ചാണകം ഇടാൻ പാടില്ല, കേട് വരും രോഗങ്ങൾ. അതിന് പൊടിഞ്ഞ ചാണകം, ശരിക്കും ചാണകം പൊടിയണം. ആ പൊടിഞ്ഞ ചാണകം തെങ്ങിന്. അത് ഏത് സമയത്ത് നമ്മൾ ഇടുന്നത്? നമ്മള് ജൂൺ മാസത്തിൽ ഇടണേ. ഒരു മെയ് ജൂൺ മാസത്തോടു കൂടി നമുക്ക് ഇടാം. പുതുമഴ പെയ്യുന്നതിന് മുമ്പ്, മഴക്കാലം കാലവർഷം പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ വളം ഇട്ട് കഴിയണം. ജൈവവളമായിട്ട് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഇതിന് ചെയ്യുന്നു? പിന്നെ നമുക്ക് വേപ്പും പിണ്ണാക്ക് ഇടാം. വേപ്പും പിണ്ണാക്ക് നമുക്ക് പറ്റുമെങ്കിൽ 1 കിലോ വെച്ച് എല്ലാ തെങ്ങിനും ഇടുന്നത് നല്ലതാണ്. വേപ്പും പിണ്ണാക്ക് അത് ചുമ്മാ പുളിപ്പിക്കൊന്നുമില്ല, വേണ്ട. അത് ചുമ്മാ വാരി ചോട്ടിക്കോടി ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വർഷത്തിൽ ഒരു 2 പ്രാവശ്യം രാസവളം പ്രയോഗമുണ്ട്. നമ്മള് യൂറിയ ഒരു തെങ്ങിന് ഒരു ശരാശരി 2.5 കിലോ രാസവളം കൊടുക്കുന്നുണ്ട്. 2.5 കിലോ പൊട്ടാഷ്യം, യൂറിയ, മഗ്നീഷ്യം എന്ന് പറഞ്ഞ് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതെന്താ അളവ് വരുന്നത്? 2 കിലോ പൊട്ടാഷ്യം, 1 കിലോ യൂറിയ, 1 കിലോ മഗ്നീഷ്യം, 3 കൂടെ കൂടി അടിച്ചിട്ട് 2.5 കിലോ വെച്ച് ഒരു തെങ്ങിന് വെച്ചിടും. അത് ഇടുന്ന ഒറ്റ പ്രാവശ്യമായിട്ടാണ് ഇടുന്നത്? 2 പ്രാവശ്യമായിട്ട് ഇടും. അത് 2 പ്രാവശ്യം മാസത്തിൽ ഒന്നിടും, പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഒന്നിടും. ഈ സെയിം അളവ് തന്നെ? സെയിം 2 പ്രാവശ്യം കൊടുക്കും. നമുക്ക് ഒരു ആവറേജ് ഒരു തെങ്ങിന് ഒരു 2.5 കിലോ 3 കിലോ വളമെങ്കിലും ഒരു വർഷം വീണിരിക്കണം. മൊത്തം കൂടെ കൂട്ടി 3 കിലോ വളം ഒരു വർഷം വീണിരിക്കണം. രാസവളം വേണം. അത് കൊടുക്കുന്ന സമയം ഇങ്ങനെ മഴയുള്ളപ്പോഴാണ്? മഴയുള്ളപ്പോൾ ജൂൺ മാസത്തിൽ മഴ തുടങ്ങില്ലേ, ആ സമയത്ത് കൊടുക്കും. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മഴ മാറ്റം ആ സമയത്ത് ഒരു പ്രാവശ്യം കൊടുക്കും. അത് ശരി. ഇതിപ്പം തേങ്ങ കൂടുതലായിട്ടുണ്ടാകാൻ വേണ്ടി വേറെ എന്തെങ്കിലും പോളിയർ വളവോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഒന്നും ഈ തോട്ടത്തിൽ ചെയ്തിട്ടില്ല. ഇത് വെച്ച് അന്ന് മുതൽ ഈ രീതിക്ക് ആയിരുന്നു നിന്നോണ്ടിരുന്നത്? അതോ ഈ ഇടക്കാലം കൊണ്ടൊരു കാക്കോള് കയറി വന്നത് എങ്ങനെയാ? അത് ഒരു ആവറേജ് എല്ലാ വർഷവും ഇതേമാതിരി കായ്ക്കുന്നുണ്ട്. ഇതിന് ഞങ്ങൾ തോട്ടം വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 28 വർഷമായി. ഇതിനു മുമ്പ് വർഗീസ് തേലപ്പള്ളി എന്ന് പറഞ്ഞ പുള്ളിയുടെ തോട്ടമാണ്. വർഗീസ് മേസ്രി എന്ന് പറയും. കർണാടകയിൽ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എന്നാർപ്പുറം കുറെ ആളുകളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുകയും നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. കുറെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് അവർക്ക് തേലപ്പള്ളി. അവരുടെ കയ്യിൽ നിന്ന് സെന്റ് നോർബർട്ടൻ സഭക്കാർ വാങ്ങിയതാണ്. നോർബർട്ടൻ മാനന്തവാടിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട് അവരുടെ നോർബർട്ടൻ സഭക്കാരുടെ. അവർ മേടിച്ച് എന്നാർപ്പുരം റീജിയൻ ഉണ്ട്, എന്നാർപ്പുരം ഉണ്ട്. അത് നമ്മൾ മേടിക്കുമ്പോഴും നല്ല രീതിക്ക് കായ ഉണ്ടായിരുന്നു. അന്നേരം കായ കുറവായിരുന്നു, കായ ഇല്ലായിരുന്നു. അവര് തോട്ടം മെയിൻ്റെനൻസ് ഇല്ലായിരുന്നു, തോട്ടം എല്ലാം പോക്ക് മാതിരി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ മേടിച്ചതിന് ശേഷമാണ് തോട്ടം ഇംപ്രൂവ്മെന്റ്സ് ആക്കിയത്. ആ കാലം തൊട്ട് ചേട്ടൻ ഇവിടെ ഞാനുണ്ട്. 28 വർഷം കൊണ്ട് ഞാൻ ഈ തോട്ടത്തിൽ നമ്മൾ സൂപ്പർവൈസറായിട്ട് ഫുൾ പരിപാടി നമ്മളാണ് നോക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വളം കൃത്യമായിട്ട് ഈ വളം തന്നെയാണ് കൃഷി ചെയ്യുന്നത്. വേറെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. വേറെ കൂടുതലായിട്ട് ഒരു വളവും നമ്മൾ ചെയ്യുന്നില്ല. ഒരേമാതിരിയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് മണ്ടരിയൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ വല്ലതും ശ്രദ്ധിക്കേണ്ട കാര്യം? ബാധിക്കാതിരിക്കാൻ നമ്മൾ നന ശരിക്കും കൊടുത്താൽ മതി. വെള്ളം വേനൽക്കാലത്ത് ശരിക്കും നനയ്ക്കണം. നന കുറഞ്ഞിട്ടാണ് ഈ മണ്ടരി കൂടുതലും വരുന്നത്.
ഒരു മരത്തിന് ശരാശരി എന്തിനാ വെള്ളം വേണമെന്ന് അങ്ങനെ വലിയൊരു കണക്ക് നോക്കാറുണ്ടോ നിങ്ങൾ? ശരാശരി ഞങ്ങൾ ആ തടം മൊത്തം നിറയ്ക്കും. നിറച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് അത് മൊത്തം പിന്നെ അത് നനയ്ക്കില്ല. പിന്നെ ഞങ്ങൾ ഈ കാഫി ആയതുകൊണ്ട് മിക്സർ കൃഷി ആയതുകൊണ്ട് ജെറ്റ് ഇടുന്നുണ്ടല്ലോ. ഒരു 8 ദിവസം ഒരു ആവറേജ് ഒരു 200-250 കുടം വെള്ളത്തിൽ കൂടുതൽ തെങ്ങിന്റെ ചോട്ടി വീഴുന്നുണ്ട്. തെങ്ങിനുള്ള ആവറേജ് അതുപോലെ നല്ല നനഞ്ഞു കിടക്കണം. അതെ തെങ്ങിന് നല്ല നനവ് വേണം, കാലം ഉണങ്ങരുത്. ഇതിന് പ്രത്യേകിച്ച് മരുന്നുകൾ വല്ലതും മണ്ടേ ചെയ്യോ അങ്ങനെ വല്ലതും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ആയിട്ടും ഒരു മരുന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. മരുന്നുകളൊന്നും മണ്ടയിൽ ഒഴിക്കുന്ന ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, കണ്ടിട്ടില്ല. അല്ലെ, നമ്മൾ ഇതിപ്പം തേങ്ങ വെട്ടി ഇറക്കുമ്പം ഇത് നമ്മൾ മണ്ട ക്ലീൻ ചെയ്യാൻ അങ്ങനെയൊക്കെ പരിപാടികൾ അങ്ങനത്തെ ചെയ്യുന്നില്ല. ഇവിടെ കർണാടകയിൽ അത് ആവശ്യമില്ലെന്നാ പറയണത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിന്റെ മടല് ഇടിച്ചിൽ കൊള്ളാം. അതുകൊണ്ട് ആ ഉണങ്ങിയ മടലും ഇതൊക്കെ വെട്ടി അങ്ങോട്ട് കളയും. വേസ്റ്റ് സാധനം. ഉള്ളി ക്ലീനിങ് ഇല്ല, അങ്ങനത്തെ പരിപാടിയില്ല. നമ്മൾ ഇതിപ്പം 60 ദിവസം കൂടുമ്പോഴാണ് ഇത് കയറി തേങ്ങ ഇടുന്നത്. 60 ദിവസം കൂടുമ്പോൾ തേങ്ങ ഇടും. ഈ തോട്ടത്തിൽ ഇത് എല്ലാം കൂടി ഇട്ട് തീർക്കാൻ നമുക്ക് എന്തേരം നാളെ വേണ്ടി? ഏകദേശം ഒരു 8 ദിവസം 9 ദിവസം കൊണ്ട് ഇട്ട് തീരും. 1000 മരം. എത്ര പേര് അത് ഇടുന്നു? 2 പേരുണ്ടാവും, ഒരാളുണ്ടാവും. അങ്ങനെ അവര് മാറി 8 ദിവസം കൊണ്ട് അവർ 2 പേര് കൂടി ഇട്ട് തീർക്കും. ഞങ്ങളുടെ ഈ കാപ്പിത്തോട്ടത്തിൽ ഞങ്ങളുടെ ഇത് സെലക്ഷൻ റോബസ്റ്റ എന്ന് പറയുന്ന കാപ്പി ഇനമാണ്. ഈ വർഷം വളരെ മനോഹരമായിട്ട് കാപ്പികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ടേം നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാപ്പിക്ക് വില കിട്ടിയ നല്ലൊരു വർഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾക്ക് ഏകദേശം 750 ചാക്ക് കാപ്പിയോളം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിറ്റു. അപ്പോൾ കാപ്പി ഇവിടുത്തെ നല്ലൊരു കൃഷിയായിട്ട് വരുന്ന ഒരു സംരംഭമാണ്. ഈ കാപ്പി കൃഷി എല്ലായിടത്തും ഒരുപക്ഷെ എല്ലാവരും കാപ്പിയിൽ നല്ല കൃഷിയിൽ നിന്നൊക്കെ പിന്മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ എന്നാർപുര ഏരിയയിൽ കാപ്പി എല്ലാം വളരെ മനോഹരമായിട്ട് വരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ വെച്ചിരിക്കുന്ന ഈ തൊപ്പി, കോഫി പ്ലാന്റർ എന്നുള്ള തൊപ്പി, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവാർഡാണ്. അതായത് ഞങ്ങളുടെ 1-2 കാപ്പികൾ ഈ ഏരിയയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കാപ്പിയായിട്ട് ഇതിൻ്റെ ആൾക്കാർ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ സെലക്ഷൻ റോബസ്റ്റോ കോഫിയിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്ന, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു തോട്ടമായിട്ട് അവർ സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ തോട്ടം അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇവിടുത്തെ കൃഷി വളരെ മനോഹരമായ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. ഒത്തിരിയേറെ പേര് സന്ദർശിക്കാനായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ കാപ്പിത്തോട്ടവും അതുപോലെ തന്നെ ഇതിൻ്റെ തൈ മേടിക്കാനും ഇതിൻ്റെ കുരു മേടിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ പേര് കടന്നു വരാറുണ്ട്. നമുക്ക് പറയാനുള്ളത്, ഈ കാപ്പിത്തോട്ടം ഈയിടെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം നമുക്ക് ഏറ്റവും നല്ല ഒരു കാപ്പിയാണ് ക്രോപ്പായിട്ടുള്ളത്. ഈ വർഷമാണ് നമുക്ക് ഏറ്റവും നല്ല വില കിട്ടിയിരിക്കുന്നതും. അപ്പോൾ നല്ല മനോഹരമായ രീതിയിൽ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. എന്നാർപുരയുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ യുവാക്കൾ ഒത്തിരിയേറെ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിന് വലിയൊരു ഉദാഹരണം കൂടിയാണ് ഓരോ യുവാക്കൾ ഇതിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പലപ്പോഴും കേരളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ യുവാക്കളെല്ലാം വിദേശത്തേക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴും ഇവിടുത്തെ യുവാക്കന്മാർ വളരെ എനർജറ്റിക്കായിട്ട് ഈ കൃഷിയിൽ തുടരാൻ ഒരു കാരണം, വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രതിഫലവും അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃഷി വളരെ നന്നായിട്ട് മുന്നോട്ടേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട നല്ല ഒരു സംരംഭമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്